വഴിയും സത്യവും ജീവനുമായി അവതരിച്ച ഈശോ മിശിഹായുടെ മഹത്വമേറിയ നാമത്തിന് എക്കാലവും സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ സൂസി കിണറ്റിങ്കൽ CTC മദർ ഏലീശോയുടെ നാമകരണ നടപടികളുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സേവനം ചെയ്യുന്നു. CTC സഭയുടെ ജനറൽ കൗൺസിലർ കൂടിയാണ്. 2025 ഏപ്രിൽ 14 കേരള സഭയ്ക്ക് അവിസ്മരണീയമായ ഒരു ദിനമാണ്. ധന്യ മദർ ഏലീശോയുടെ മാധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതം ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചുകൊണ്ട് മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് ആവശ്യമായ ഡിക്രി പ്രസിദ്ധം ചെയ്യുന്നതിനുള്ള അനുമതി നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ തലവൻ കാർഡിനൽ മർച്ചെല്ലോ സെമറാരോയ്ക്ക് നൽകി. ഈ അവിസ്മരണീയ ദാനത്തിന് നാം ഒന്നുചേർന്ന് കൃതജ്ഞതയർപ്പിക്കുന്ന ദിനങ്ങളാണ് നമ്മെ കടന്നുവരുന്നത്. മദർ ഏലീശോ കേരളത്തിൻ്റെ ആദ്യ സന്യാസിനിയാണ്. ആദ്യ സന്യാസിനി സഭ സ്ഥാപക. അതോടൊപ്പം ഭാരതത്തിലെ തന്നെ കർമ്മലീത്ത ആധ്യാത്മികതയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട സഭയുടെ സ്ഥാപിക കൂടിയാണ് മദർ ഏലീശോ. ഈ കേരളക്കരയിൽ ഇന്ന് സന്യാസിനികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒക്കെ സമൃദ്ധമായിട്ട് ഉള്ള ഈ അവസരത്തിൽ ഒരു മഠം പോലും ഇല്ലാത്ത ഒരു കേരള സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതെ, 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിലും മദർ ഏലീശോ ആദ്യമായി കേരളത്തിൻ്റെ ആദ്യ സന്യാസിനിയായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ പങ്ക്, അവരുടെ സ്ഥാനം ഭവനങ്ങളിലെ അകത്തളങ്ങൾ മാത്രമായിരുന്നു. കേരളത്തിൻ്റെ ആദ്യ സന്യാസിനിയായി കടന്നു വന്ന മദർ ഏലീശോ വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവത്തിലേക്ക് നിരന്തരമായി തുറന്നുവച്ചു. ആ വാതിലിലൂടെ ദൈവത്തിലേക്ക് നിരന്തരമായി പ്രയാണം ചെയ്തുകൊണ്ട് കേരളക്കരയിലെ സ്ത്രീജനങ്ങൾക്ക് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു വാതിലായി നിലകൊണ്ടു. മദർ ഏലീശോ പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത സുവിശേഷത്തിലെ വിവേകമതിയായ മനുഷ്യന് സദൃശയാണ്. അതുപോലെ തന്നെ ദൈവരാജ്യത്തെ പ്രതി സകലവും ഉപേക്ഷിക്കുവാനും ഈശോ മിശിഹ വാഗ്ദാനം ചെയ്ത 100 മേനി ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കുവാനും കഴിഞ്ഞവളാണ് മദർ ഏലീശോ. സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ച് അഷ്ടസൗഭാഗ്യങ്ങൾ അനുഭവിച്ച് കടന്നുപോയ മദർ ഏലീശോ 2023 നവംബർ 8 ഫ്രാൻസിസ് പാപ്പ മദർ ഏലീശോയെ ധന്യയെന്ന് നാമകരണം ചെയ്തു. അതായത് വീരോചിതമായി സുകൃതങ്ങൾ അഭ്യസിച്ചവൾ. ക്രൈസ്തവ സമൂഹത്തിന് പുണ്യ അഭ്യസനത്തിനുള്ള വീരോചിതമായ ഒരു മാതൃകയാണ് മദർ ഏലീശോ എന്നതാണ് ധന്യ എന്ന ഈ പദവിക്ക് നിദാനം. എന്നാൽ ഇപ്പോൾ ദൈവം ഒരു അത്ഭുതം കൊണ്ടുകൂടി ഈ പദവി അംഗീകരിച്ച് മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ട എന്ന പദവിയിലേക്ക് ഉയർത്തുവാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ഈ അവിസ്മരണീയ സംഭവങ്ങളുടെ തുടർച്ചയെന്നോണം 2025 ഏപ്രിൽ 16 സീറോ മലബാർ സഭയുടെ മുഖപത്രമായ ദീപിക മദർ ഏലീശോ സ്ത്രീ മുന്നേറ്റം സബല്യയാക്കിയ സമർപ്പിത എന്ന പേരിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സിജോ പൈനാടത്താണ് ഈ ലേഖനത്തിൻ്റെ ലേഖകൻ. മദർ ഏലീശോയെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അസാധാരണമായതും അതായത് ചരിത്രത്തിന് നിരക്കാത്തതുമായ ഏതാനും വസ്തുതകൾ കൂടി സിജോ തൻ്റെ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ലേഖനത്തിൻ്റെ പ്രതികരണമെന്നോണം പിന്നീട് അയച്ച ലേഖനങ്ങളുടെയും എഴുത്തുകളുടെയും ഒക്കെ ഒരു വിവരമാണ് ഞാൻ ഇപ്പോൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി തന്നെ സിജോ പൈനാടത്തിൻ്റെ ലേഖനത്തിലെ വിവാദ വിഷയമാകുന്ന വസ്തുതകൾ നമുക്ക് ഒന്ന് കാണാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്:
കർമ്മലീത്ത മിഷണറിയായ ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡിൻ്റെ ആത്മീയ ശിക്ഷണം സന്യാസ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് പ്രചോദനമായി. അങ്ങനെ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ 1866 കൂനമാവിൽ സ്ഥാപിച്ച കർമ്മലീത്ത സന്യാസിനി സഭയിൽ ആദ്യ അംഗമായി. 1866 ഫെബ്രുവരി 13 കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ്സ് CTC സന്യാസിനി സമൂഹം സ്ഥാപിച്ചു. ഈ 3 വാചകങ്ങളിലും ഒട്ടേറെ പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളുമുണ്ട്. ഒന്നാമതായി, കർമ്മലീത്ത മിഷണറിയായ ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡിൻ്റെ ആത്മീയ ശിക്ഷണം വഴി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശനത്തിന് പ്രചോദനമായി എന്നുള്ള വസ്തുത അത് നാം പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം 1851 അവസാനത്തോടുകൂടി വൈധവ്യത്തിൻ്റെ കനലിൽ ചവിട്ടി നിൽക്കുന്ന മദർ എലീശോയുടെ മുന്നിലേക്ക് രണ്ടാം വിവാഹത്തിനുള്ള ആലോചനകളുമായി മാതാപിതാക്കളും ബന്ധുമിത്രാദികളും പ്രവേശിക്കുമ്പോൾ മദർ വളരെ ധീരമായി പറയുന്നുണ്ട്, എനിക്ക് ഇനിയൊരു വിവാഹ ജീവിതം വേണ്ട. പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മദർ തൻ്റെ ജീവിതം മുഴുവനായി സമർപ്പിച്ച് 1852 മുതൽ 1862 വരെ സ്വന്തം ഭവനത്തിലും പിന്നീട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു ഷെഡിലും പിന്നീട് കളപ്പുരയിലുമായി ധ്യാനാത്മക ജീവിതം പരിശീലിക്കുകയുണ്ടായി. ലളിതമായ ജീവിതശൈലി, ലോക സൗഭാഗ്യങ്ങളിൽ നിന്നുള്ള വിരക്തി, എളിമ എന്നീ പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് കർമ്മലീത്ത സിദ്ധിയുടെ ആഴത്തിലേക്ക് വളരുവാൻ മദർ എലീശ ശ്രമിച്ചു. താൻ ദൈവത്തിൽ നിന്നും ഉൾക്കൊണ്ട ആ പ്രത്യേക സിദ്ധി 10 വർഷത്തോളം സ്ഥിരതയോടെ ജീവിച്ചുകൊണ്ട് ആ സിദ്ധിയിൽ ആഴപ്പെട്ട് തൻ്റെ ജീവിതം മുഴുവനും ആ സിദ്ധിയാൽ ഗ്രസിക്കപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ നിന്നും നിർഗളിച്ച ആ സ്വർഗീയ പ്രചുരിമയിലാണ് സ്വന്തം സഹോദരിയും മകളും ഈ സിദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഈ കാലയളവിലൊന്നും ഫാദർ ലിയോപോൾഡിൻ്റെ സാന്നിധ്യം ഇല്ല. 19-ാം നൂറ്റാണ്ടിലെ ഒരു സാധാരണ വിധവ 10 വർഷത്തോളം ധ്യാനാത്മക ജീവിതം സ്വഭവനത്തിലും പിന്നീട് കളപ്പുരയിലുമായി തുടർന്നു എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ്. ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കാതെ ദിവ്യനാഥൻ ചൂണ്ടിക്കാണിച്ച ദൈവരാജ്യത്തിൻ്റെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വിശ്വാസത്തിൻ്റെ വെളിച്ചം മാത്രമാണ് മദർ എലീശയ്ക്കുണ്ടായിരുന്നത്. 1862 തൻ്റെ സിദ്ധിയെക്കുറിച്ചുള്ള പരിപൂർണമായ ബോധ്യത്തോടുകൂടിയാണ് തനിക്ക് ലഭിച്ച ഒരു ഉൾവിളിയെ തുടർന്ന് ഫാദർ ലിയോപോൾഡ് ബെക്കാറോയെ സന്ദർശിച്ച് കുമ്പസാരക്കൂട്ടിൽ വിളിച്ചു വരുത്തി തൻ്റെ ആത്മീയ കാര്യങ്ങളും ദൈവം തന്നിൽ നിവേശിപ്പിച്ച സിദ്ധിയെക്കുറിച്ചും മദർ എലീശ വെളിപ്പെടുത്തുന്നത്. ഈ 1862 മുതലാണ് ഫാദർ ലിയോപോൾഡ് ബെക്കാറോയുടെ ആധ്യാത്മിക നേതൃത്വം മദർ എലീശയ്ക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സിജോ പൈനാടത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യ വാചകം കർമ്മലീത്ത മിഷണറിയായ ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡിൻ്റെ ആത്മീയ ശിക്ഷണമാണ് സന്യാസ ജീവിതത്തിലേക്ക് പ്രചോദനമായത് എന്ന വസ്തുത ചരിത്രപരമായി ശരിയാകുന്നില്ല. അതുപോലെ രണ്ടാമത്തെ സെന്റൻസ് ഫാദർ ലിയോപോൾഡ് ബെക്കാറോയെക്കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ തന്നെ സിജോ പൈനാടത്ത് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചനിലേക്ക് എത്തുന്നു. 1866 അദ്ദേഹം കൂനമാവിൽ സ്ഥാപിച്ച കർമ്മലീത്ത സന്യാസിനി സഭ. ഇത് ചരിത്രത്തിന് നിരക്കാത്ത ഒരു സംഗതിയാണ്. 1866 എന്നല്ല, ഒരിക്കലും വിശുദ്ധ ചാവറയച്ചൻ സ്ത്രീകൾക്കായി ഒരു സന്യാസിനി സഭ എവിടെയും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. അതിനാൽ തന്നെ ഈ ഒരു പ്രത്യേക വാചകം വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ലേഖകൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1866 ഫെബ്രുവരി 13 കോൺഗ്രിഗേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ്സ് CTC സന്യാസിനി സമൂഹം സ്ഥാപിച്ചു എന്നുകൂടി ചേർക്കുമ്പോൾ ഈ വാചകങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേട് വളരെ ദൃശ്യമാണ്. 1866 ചാവറയച്ചൻ സ്ഥാപിച്ച സഭയിൽ ആദ്യ അംഗമായി ചേർന്നുകൊണ്ട് അതേ ദിവസം തന്നെ മദർ എലീശ CTC സ്ഥാപിച്ചു എന്ന് പറയുന്നതിൻ്റെ പൊരുത്തക്കേട് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ദീപിക പത്രത്തിൽ ഈ ലേഖനം വായിച്ചതിന് ശേഷം
ലേഖകനെ വിളിച്ച് ഫോണിൽ ബന്ധപ്പെട്ട് ഇതിനുള്ള വിശദീകരണം ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് തൃപ്തികരമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ദീപികയുടെ ചീഫ് എഡിറ്റർ റവറൻ ഫാദർ ജോർജ് കുടിലിന് ഈ ലേഖനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം 16-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ എഴുതി അയച്ചിരുന്നു. അതായത് ദീപികയിൽ പ്രസിദ്ധീകരിച്ച ഈ ലേഖനം 2025 ഏപ്രിൽ 14 പോപ്പ് ഫ്രാൻസിസ് പ്രസ്താവിച്ച ഡിക്കാസ്റ്ററിയുടെ ഒറിജിനൽ ഡോക്യുമെന്റിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അതിനാൽ ഇത് ചരിത്ര സത്യത്തിന് എതിരായ ഒരു പ്രസ്താവനയാണെന്നും അതിനെ അപലപിക്കുന്നതോടൊപ്പം നാളത്തെ പത്രത്തിൽ തന്നെ ഇതിൻ്റെ തിരുത്ത് വ്യക്തമായി പബ്ലിഷ് ചെയ്യണം എന്നുകൂടി ഞാൻ എൻ്റെ പ്രതികരണത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതുവഴി ദീപിക പത്രം എന്നും സത്യത്തോടൊപ്പം നിലനിൽക്കുമെന്നും അതോടൊപ്പം ദീപിക പത്രം എന്നും സത്യത്തോടൊപ്പം നിലനിൽക്കുമെന്നും സത്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തനനിരതമാണെന്നും തെളിയിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിറ്റേ ദിവസം ഫാദർ ജോർജ് കുടിലിൽ എനിക്ക് ഇമെയിൽ സന്ദേശം അയച്ചത് ഇപ്രകാരമാണ്: സിജോ പൈനാടത്ത് ഈ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളുണ്ട്. മാത്രമല്ല, വിശുദ്ധവാരമായതിനാൽ ഇപ്രകാരമുള്ള പോരാട്ടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ തിരുത്ത് പ്രസിദ്ധീകരിക്കേണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചത്. കൂടാതെ വരും ദിവസങ്ങളിൽ ഇനിയും മദർ എലീശുവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു തൃപ്തികരമായ മറുപടി അല്ലാത്തതിനാൽ ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇനിയും ഇപ്രകാരമുള്ള മനഃപൂർവമായ ചരിത്ര സത്യത്തിൻ്റെ ധ്വംസനങ്ങൾ സഹിഷ്ണുതയോടെ നോക്കിക്കാണാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. പിന്നീട് ഉയർപ്പ് തിരുനാളിന് ശേഷം ഇപ്രകാരമുള്ള അനാവശ്യമായ വിവാദങ്ങൾ ഇനിയും ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തു ചെയ്യാനാവും എന്ന ഒരു ചർച്ചയുടെ അവസാനമായിട്ടാണ് സുപ്പീരിയർ ജനറൽ ബിഷപ്പുമാർക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം നൽകുന്നതിന് വേണ്ടി ഒരു എഴുതാൻ തീരുമാനിച്ചത്. സുപ്പീരിയർ ജനറൽ അഭിവന്യ പിതാക്കന്മാർക്ക് എഴുതിയ ഈ എഴുത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ആദ്യ ഭാഗത്ത് തന്നെ പോപ്പ് ഫ്രാൻസിസ് 2025 ഏപ്രിൽ 14 പ്രസിദ്ധം ചെയ്ത വത്തിക്കാൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള ആ പ്രസ്താവന ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭാ സന്യാസിനികളുടെ സ്ഥാപിക എന്ന് വളരെ വ്യക്തമായിട്ടാണ് പോപ്പ് പ്രസ്താവിച്ചിരിക്കുന്നത്. അത് ഉദ്ധരിച്ചുകൊണ്ടും അതിന് വിരുദ്ധമായ സിജോ പൈനാടത്തിൻ്റെ ലേഖനത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടുമാണ് മദർ ജനറൽ ഈ എഴുതിയിരിക്കുന്നത്. അതായത് ഈ പ്രസ്താവനയുടെ രൂപീകരണത്തിലുള്ള തെറ്റായ വിശദീകരണവും വൈരുദ്ധ്യമായ അവതരണവും കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ ഈ പ്രസ്താവനയുടെ രൂപീകരണത്തിലുള്ള തെറ്റായ വിശദീകരണവും വൈരുദ്ധ്യമായ അവതരണവും ബോധപൂർവകമായ ഒരു ഇടപെടലാണെന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ചരിത്രം സത്യസന്ധമായി സംരക്ഷിക്കപ്പെടേണ്ടതും മഹത് വ്യക്തികളുടെ സംഭാവനകൾ അംഗീകരിക്കപ്പെടേണ്ടതും വിലമതിക്കപ്പെടേണ്ടതും ഭാവി തലമുറകൾക്ക് വിശ്വസ്തയോടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ പശ്ചാത്തലത്തിൽ അഭിവന്യ പിതാവേ, അങ്ങയുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് ഞങ്ങൾ ബഹുമാനപുരസ്സരം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അനർഗളമായ കൃപാമാരി കേരള സഭയിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്ന ഈ അനുഗ്രഹീത അവസരത്തിൽ മേൽപ്പറഞ്ഞ പ്രകാരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും തെറ്റായ പ്രസ്താവനകളും ഒഴിവാക്കപ്പെടണമെന്നും അതിനായി ഏറ്റവും അനുയോജ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കപ്പെടണമെന്നും ചരിത്ര സത്യങ്ങൾ ആധികാരികതയോടെ സംരക്ഷിക്കപ്പെടണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്ന വാക്കുകളോടുകൂടിയാണ് സുപ്പീരിയർ ജനറലിൻ്റെ എഴുത്ത് സമാപിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ എഴുത്ത് കേരളത്തിലെ എല്ലാ കാർഡിനൽമാർക്കും, ആർച്ച് ബിഷപ്പുമാർക്കും, എല്ലാ ബിഷപ്പുമാർക്കും പ്രത്യേകമായി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മലയാള പരിഭാഷ ദീപിക പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ദീപികയുടെ എറണാകുളം ഓഫീസിനെ സമീപിച്ചിരുന്നു.
എന്നാൽ അതിനാവശ്യമായ പണം സ്വീകരിക്കുന്നതിന് ദീപിക തയ്യാറായില്ല എന്ന് മാത്രമല്ല, എഡിറ്റോറിയൽ ബോർഡിൻ്റെ തീരുമാനത്തോടുകൂടിയേ എന്തെങ്കിലും ചെയ്യാനാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്ത് അവർ സ്വീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ അവസരത്തിൽ ഇപ്രകാരമുള്ള വിവാദങ്ങൾ കേരള സഭയിൽ ഇത് ആദ്യമല്ല. പലപ്പോഴും ചാവറയച്ചൻ സ്ഥാപിച്ച സഭ, CMC അല്ലെങ്കിൽ CTC, ഇങ്ങനെ പല വൈരുദ്ധ്യ പ്രസ്താവനകളും പല സാഹചര്യത്തിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായി തന്നെ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയായ TOCDയുടെ സ്ഥാപനവുമായി മാത്രം ബന്ധപ്പെട്ട വിവാദങ്ങളല്ല, മറിച്ച് പള്ളിക്കൊപ്പം പള്ളിക്കൂടം, വൈദികരുടെ ധ്യാനം, 40 മണിക്കൂർ ആരാധന, പിടിയേരി പ്രസ്ഥാനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇപ്രകാരം വളച്ചൊടിച്ച് മറ്റുള്ള വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസിനെ തിരസ്കരിച്ചുകൊണ്ട് പലയിടത്തും ബുക്കുകളിലും പ്രസിദ്ധീകരിച്ചതായി നാം ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തോട് നീതി പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ചരിത്രം സത്യമാണ്. അത് സത്യമായി സംരക്ഷിക്കപ്പെടേണ്ടതും ചരിത്രത്തിൽ അവിസ്മരണീയമായ സംഭാവനകൾ കാഴ്ചവെച്ചു പോയ മഹത് വ്യക്തികളുടെ സംഭാവനകൾ വിലമതിക്കപ്പെടേണ്ടതും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ വിഷയത്തിൽ നാം ഏവരും പ്രബുദ്ധരാകേണ്ടതുമാണ്. അതുകൊണ്ട് ധന്യ മദർ എലീശ്വ, ഇപ്പോൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് എത്തി നിൽക്കുന്ന മദർ എലീശ്വ സ്ഥാപിച്ചതാണ് കേരളത്തിലെ ആദ്യ സന്യാസിനി സഭയായ TOCD, അതായത് കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭ. ഈ ഒരു ചരിത്ര വസ്തുത വത്തിക്കാൻ ഒരു സുപ്രഭാതത്തിൽ എടുത്ത് എഴുതി ചേർത്തതല്ല. വളരെ വർഷങ്ങൾ നീണ്ട പഠനങ്ങളുടെയും അവലോകനങ്ങളുടെയും സമാപ്തിയായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഒരു ചരിത്ര സത്യമാണ്. ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിൻ്റെ വേരുകൾ തേടി നാം യാത്രയാകുമ്പോൾ കൂനമാവ് മഠത്തിൻ്റെ നളാഗമം ആധികാരികമായ ഒരു രേഖയാണ്. അതുപോലെ മറ്റനവധി ചരിത്രരേഖകളും മദർ എലീശ്വയുടെ സ്ഥാപിക പദവി അംഗീകരിക്കുന്നതിനുള്ള സാക്ഷ്യങ്ങളായി നമുക്കുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സ്ഥാപക പദവിയെക്കുറിച്ചുള്ള ചരിത്ര വിവാദങ്ങൾ നാം കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി നാം കാണുന്നത് കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭ സന്യാസിനികളുടെ ചരിത്രത്തിൽ യാതൊരു പുകമറയോ സംശയമോ ഇല്ല. കാരണം ഈ സത്യമായ ചരിത്രത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തമായ പങ്കുണ്ട്. അതിൽ ഏറ്റവും തനതായ പങ്ക് അത് മദർ എലീശ്വയുടെ തന്നെയാണ്. കാരണം ദൈവത്തിൽ നിന്നും ഒരു സവിശേഷ സിദ്ധി ഏറ്റുവാങ്ങി ആ സിദ്ധിക്ക് വേണ്ടി സ്വജീവിതം മുഴുവനും കടപ്പെടുത്തി വീടും ബന്ധങ്ങളും സ്ഥാനമാനങ്ങളും സമ്പത്തും സൗഭാഗ്യവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദിവ്യമണവാളനോട് താതാത്മ്യപ്പെടുവാൻ മാത്രമായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തി. ആ ഒരു സഭയുടെയും സ്ഥാപകൻ അല്ലെങ്കിൽ സ്ഥാപിക എന്ന് പറയുന്നത് ആ സവിശേഷമായ സിദ്ധി ദൈവത്തിൽ നിന്നും ഏറ്റുവാങ്ങി അത് ജീവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് അത് തൻ്റെ ജീവിതം കൊണ്ട് ആ സിദ്ധിക്ക് മുദ്ര വെച്ച് കടന്നു പോകുന്ന വ്യക്തികളാണ്. അത് ഒരു തനതായ പങ്കാണ്. അത് ദൈവ നിവേശിതമാണ്. അതുപോലെ തന്നെ ആ സിദ്ധി ആദ്യം പങ്കുപറ്റാൻ ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് സഹസ്ഥാപകരായി അറിയപ്പെടുന്നത്. ഇവിടെ കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭ TOCDയുടെ ചരിത്രത്തിൽ മദർ എലീശ്വ 10 വർഷത്തോളം ജീവിച്ച് ആ സിദ്ധിയിൽ ആഴപ്പെട്ട് വ്യക്തമായ ബോധ്യത്തോടെ അതിൻ്റെ കാനോനികമായ നടപടിക്രമങ്ങൾക്കായി ഫാദർ ലിയോപോൾഡിനെ സമീപിക്കുമ്പോൾ ഫാദർ ലിയോപോൾഡിന് ഇതൊരു ദൈവനിവേശിതമായ കർമ്മലീത്ത അരൂപിയിലുള്ള ഒരു സിദ്ധിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഉൾവെളിച്ചം കർത്താവ് നൽകി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫാദർ ലിയോപോൾഡ് ബെക്കാറോ TOCD സന്യാസിനി സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കി മദർ എലീശ്വയുടെയും മദർ ത്രേസ്യയുടെയും മദർ അന്നയുടെയും ജീവിതത്തെക്കുറിച്ച് അന്നത്തെ വികാര അപ്പോസ്തലിക്കയായിരുന്ന ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബെച്ചിനെല്ലിയെ ബോധിപ്പിക്കുകയും അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനും അവസരമൊരുക്കുകയും ഒക്കെ ചെയ്തത് ഫാദർ ലിയോപോൾഡ് ബെക്കാറോയാണ്. അതുകൊണ്ട് തന്നെ ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബെച്ചിനെല്ലി തൻ്റെ ഡെലഗേറ്റായി ഈ മഠത്തിനു വേണ്ടി തൻ്റെ ഡെലഗേറ്റായിട്ടും ഈ സന്യാസിനികളുടെ കുമ്പസാരക്കാരനായിട്ടും അവരുടെ ആധ്യാത്മിക കാര്യങ്ങൾ
നോക്കി നടത്താനുള്ള സ്പിരിച്വൽ ഡയറക്ടറായിട്ടും ഒക്കെ നിയോഗിക്കുന്നത് ഫാദർ ലിയോപോൾഡ് ബെക്കാറോയെ തന്നെയാണ്. മഠത്തിൻ്റെ ആദ്യകാല നളാഗമത്തിൽ വളരെ വ്യക്തമായി ലിയോപോൾഡ് അച്ഛൻ്റെ പങ്ക് വിശദീകരിക്കുന്നുണ്ട്. എല്ലാ സവിശേഷ അവസരങ്ങളിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഫാദർ ലിയോപോൾഡാണ്. എല്ലാ ആധികാരിക രേഖകളും ഒപ്പുവച്ചിട്ടുള്ളത് പിതാവിൻ്റെ ഡെലിഗേറ്റ് എന്ന വിധത്തിൽ ഫാദർ ലിയോപോൾഡ് ബെക്കാറോയാണ്. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് വിശുദ്ധ ചാവറയച്ചൻ ഈ മദർ എലീശോയെക്കുറിച്ചും മകളെക്കുറിച്ചും ഒക്കെ കേൾക്കുന്നത് 1865 കാലം അവസാനത്തോടു കൂടിയാണ്. ഇത് ചാവറയച്ചൻ തന്നെ വളരെ വ്യക്തമായി മാന്നാനം ആശ്രമത്തിൻ്റെ നളാഗമത്തിലും കൂനമ്മാവ് കോൺവെൻറ്റിൻ്റെ നളാഗമത്തിലുമൊക്കെ എഴുതി ചേർത്തിട്ടുള്ള സംഗതിയാണ്. കാരണം 1862 മുതൽ ലിയോപോൾഡ് അച്ഛൻ്റെ ആധ്യാത്മിക ശിക്ഷണത്തിലായിരുന്ന മദർ എലീശോ, അന്ന, ത്രേസ്യ ഇവരെക്കുറിച്ച് 1865 അവസാനം വരെ ഫാദർ ലിയോപോൾഡിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, 1865 കാലം കന്നിമാസം, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി ഒരു ദിവസം വൈകുന്നേരം ഫാദർ ലിയോപോൾഡ് എന്നെ വിളിച്ച് നടക്കാനായി പോയി ഒരു പഴയ വീട് കാണിച്ചു തന്നുകൊണ്ട്, ഈ വീട്ടിൽ ഒരു വിധവയും അവളുടെ മകളും ഇങ്ങനെ സന്യാസ ജീവിതത്തിന് വേണ്ടി പരിശീലിക്കുന്നുണ്ട്, അവരെ ഒരു കോൺവെൻ്റായിട്ട് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് എന്ന് പറയുമ്പോൾ ചാവറയച്ചൻ വളരെ സന്തോഷത്തോടുകൂടി നല്ല ഒരു കാര്യമാണെന്നും അതിനാൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ താൻ സന്നദ്ധനാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പിന്നീട് 1866 അതായത് 1866 ജാനുവരിയിൽ മാത്രമാണ് ഈ പനമ്പ് മഠത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അതിനു മുൻപ് തന്നെ ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബെച്ചിനെല്ലി മദർ എലീശോയുടെ സിദ്ധിയും ചൈതന്യവും ജീവിതശൈലിയും ഒക്കെ വിലയിരുത്തി അതിൻ്റെ ആധികാരികത ബോധ്യപ്പെട്ട് റോമിലേക്ക് എഴുതി തൻ്റെ സുപ്പീരിയർ ജനറലിനോട് ഇവിടെ ഒരു TOCD സന്യാസിനി സമൂഹം സ്ഥാപിക്കാനുള്ള അനുവാദം വാങ്ങിയിരുന്നു. കൂടാതെ ജനോവയിലെ കർമ്മലീത്ത മഠത്തിൽ നിന്നും നിയമാവലി വരുത്തി കാലത്തിനും സമയത്തിനും അനുസരിച്ചുള്ള ഭേദഗതികൾ വരുത്തി അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ ഫാദർ ലിയോപോൾഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇപ്രകാരമുള്ള പ്രാരംഭ നടപടികൾ എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ചാവറയച്ചൻ ഇപ്രകാരം ഒരു വിധവയെക്കുറിച്ചും മകളെക്കുറിച്ചും ലിയോപോൾഡ് അച്ഛനിൽ നിന്ന് കേൾക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ സഭയുടെ സിദ്ധിയോ അതിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ കാലഘട്ടത്തിലോ ഒന്നും ചാവറയച്ചന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ 1866 മുതൽ ചാവറയച്ചൻ ലിയോപോൾഡ് അച്ഛനോടൊപ്പം പലപ്പോഴും മഠം പണി നോക്കി നടത്തുന്നതിനായി വരുന്നുണ്ട് എന്നുള്ളത് ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്. എന്നാൽ ചാവറയച്ചൻ ഈ മഠം പണിയുടെ കാര്യത്തിൽ മാത്രമല്ല ഫാദർ ലിയോപോൾഡിനെ അനുഗമിക്കുന്നത്. ഫാദർ ലിയോപോൾഡ് ഈ വരാപ്പുഴ മിഷൻ്റെ പ്രൊക്കുറേറ്റർ ആയിരുന്നു. അതുപോലെ പള്ളിക്കൊപ്പം പള്ളിക്കൂടത്തോടനുബന്ധിച്ച് സ്ഥാപിക്കപ്പെട്ട സ്കൂളുകളുടെ സൂപ്പർവൈസിങ് ഉത്തരവാദിത്വം ഫാദർ ലിയോപോൾഡിനായിരുന്നു. അതുപോലെ വരാപ്പുഴ മിഷനിലുള്ള മഠത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും CMI ആശ്രമത്തിൻ്റെയും എല്ലാം ഡെലഗേറ്റായിട്ട് ആർച്ച് ബിഷപ്പ് നിയോഗിച്ചിരുന്നതും ഫാദർ ലിയോപോൾഡിനെയാണ്. ഇപ്രകാരമുള്ള ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുടെ ഭാഗമായി ഫാദർ ലിയോപോൾഡ് യാത്ര ചെയ്യുമ്പോഴെല്ലാം ആത്മാർത്ഥ സുഹൃത്തായ ചാവറയച്ചനും അനുഗമിച്ചിരുന്നു. ആ ഒരു സുഹൃത്ത് എന്നുള്ള ലേബലിൽ മാത്രമാണ് ചാവറയച്ചൻ കൂനമ്മാവ് മഠത്തിലും ലിയോപോൾഡ് അച്ഛനോടൊപ്പം വരുന്നത്. എന്നാൽ അതിൽ കവിഞ്ഞ് കൂനമ്മാവ് മഠത്തിൻ്റെ മേലോ സന്യാസിനികളുടെ മേലോ യാതൊരു ഉത്തരവാദിത്വവും നിയമനവും ഒന്നും ചാവറയച്ചനുണ്ടായിരുന്നില്ല എന്നുള്ളതും ചരിത്ര യാഥാർത്ഥ്യമാണ്. കൂടാതെ 1866 ജാനുവരി മുതൽ 1869 വരെയാണ് പല പ്രാവശ്യം ലിയോപോൾഡ് അച്ഛനോടൊപ്പം ചാവറയച്ചൻ മഠത്തിൽ വരുന്നത്. 1869-70 കാലഘട്ടങ്ങളിൽ ഫാദർ ലിയോപോൾഡ് ഇറ്റലിയിലായിരുന്നു. എന്നാൽ ലിയോപോൾഡ് അച്ഛൻ്റെ ഈ ഇറ്റലിയിലായിരുന്ന ഈ കാലഘട്ടത്തിൽ പോലും ചാവറയച്ചന് മഠത്തിൻ്റെ മേൽ യാതൊരു അധികാരവും ആർച്ച് ബിഷപ്പ് നൽകിയിരുന്നില്ല. വികാർ അപ്പസ്തോലിക് ആയിരുന്ന ഫിലിപ്പോസ് മിഷണറിയാണ് മഠത്തിൻ്റെ ഡെലിഗേറ്റായി സേവനം ചെയ്തിരുന്നത്. അതോടൊപ്പം ലിയോപോൾഡ് ബെക്കാറോയുടെ സ്വന്തം സഹോദരനായ ജെറാൾഡ് മിഷണറിയും മലബാറിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് മഠത്തിൽ വന്ന് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. അപ്പോഴും ചാവറയച്ചൻ ലിയോപോൾഡ് അച്ഛനെ അനുഗമിച്ചിരുന്നത് പോലെ ജെറാൾഡ് മിഷണറിയെയും അനുഗമിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്.
എന്നാൽ മഠത്തിൽ ലിയോപോൾഡ് അച്ഛനോടൊപ്പം അനുഗമിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുത ഒരിക്കലും ഒരു സഭയുടെ സ്ഥാപകനോ സഹസ്ഥാപകനോ ആയി അവരോധിക്കാൻ പ്രാപ്തമല്ല എന്നുള്ളത് ആർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ 1869 മുതൽ ഒരു കുറച്ചു നാളത്തേക്ക് ചാവറയച്ചൻ വളരെ സീരിയസ് ആയ അസുഖം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് സ്വയമേ നടക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു കുറേ നാളുകൾ അദ്ദേഹം തള്ളി നീക്കിയത്, വാദപ്പനി തുടങ്ങിയ അസുഖങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പലപ്പോഴും ഒരു അവസരത്തിൽ അദ്ദേഹത്തെ കസേരയിലിരുത്തിയാണ് മഠത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ആളുകൾ വഹിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ചാവറയച്ചനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ വിനീതനും വിവേകിയും മിഷണറിമാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വളരെ വിധേയത്വത്തോടുകൂടി ജീവിച്ച അനുസരണയുള്ള ഒരു വൈദികനാണ്. അദ്ദേഹം ഒരിക്കലും തനിക്ക് അർഹതയില്ലാത്ത ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടും ഇല്ല, അവകാശപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ 1871 ജാനുവരി 3 ചാവറയച്ചൻ ഈ ഇഹലോകവാസം വെടിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കാര്യമായി പഠിച്ചു വരുമ്പോൾ ഒരു 4-4.5 വർഷ കാലയളവിൽ മാത്രമാണ് ലിയോപോൾഡ് അച്ഛനോടൊപ്പം അല്ലെങ്കിൽ ജെറാൾഡ് അച്ഛനോടൊപ്പം ചാവറയച്ചൻ കൂനമ്മാവ് മഠത്തിൽ വരുന്നത്. അദ്ദേഹം ഒരു ഉപകാരികളിൽ ഒരുവൻ ആയിരുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കർമ്മലിത്ത നിഷ്പാദക 3-ാം സഭയ്ക്ക് ഒത്തിരിയേറെ ഉപകാരികളുണ്ട്, മിഷണറിമാരും പ്രാദേശിക വൈദികരും ഉൾപ്പെടെ. പ്രത്യേകിച്ചും മദർ എലീശയുടെയും മദർ ത്രേസ്യയുടെയും മാതുലനായിരുന്ന ഫാദർ തോമസ് കുയോമർ പനമ്പിൽ ആർച്ച് ബിഷപ്പ് ബെർണഡിൻ ബച്ചിനെല്ലിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം തൻ്റെ ഭാഗിനേയികൾക്ക് വേണ്ടി തൻ്റെ പേരിലുണ്ടായിരുന്ന 3 സ്ഥലങ്ങൾ പുതിയ മഠത്തിൻ്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് അവർക്കായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ ആധ്യാത്മികമായും ഭൗതികമായും ഒത്തിരിയേറെ ഉപകാരികൾ ഈ സഭയുടെ ചരിത്രത്തിലുണ്ട്. ചാവറയച്ചനും ഈ ഉപകാരികളിൽ ഒരാൾ ആണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. സിസ്റ്റേഴ്സിനെ സ്നേഹിക്കുകയും അവർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധനായുകയും ചെയ്ത ഒരു നല്ല വൈദികൻ എന്നുള്ള സ്ഥാനം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് TOCD സന്യാസിനി സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ ചാവറയച്ചനുള്ള സ്ഥാനം അനേകം ഉപകാരികളിൽ ഒരുവൻ എന്നുള്ളതാണ്. അതിൽ കവിഞ്ഞ യാതൊരു സ്ഥാനവും ഒരിടത്തും ചാവറയച്ചന് നൽകപ്പെടുന്നില്ല. ഈ ചരിത്ര വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫാദർ ലിയോപോൾഡ് ബെക്കാറോയെക്കുറിച്ചും നമ്മൾ ഗഹനമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറ്റലിയിലും അദ്ദേഹം അവസാനം ജീവിച്ച ആശ്രമങ്ങളിലും അതിൻ്റെ ആർക്കൈവ്സുകളിലും ഒക്കെ നമ്മൾ പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഒരിക്കൽ പോലും ഒരിടത്തും ഫാദർ ലിയോപോൾഡ് ബെക്കാറോ മലബാറിൽ ഒരു സന്യാസിനി സമൂഹം സ്ഥാപിച്ചു എന്ന് പറയുന്നില്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങൾ ഇപ്രകാരമായിരിക്കെ എങ്ങനെയാണ് ലിയോപോൾഡ് അച്ഛനോടൊപ്പം കൂടെ വന്ന ചാവറയച്ചൻ TOCD സന്യാസിനി സഭയുടെ സ്ഥാപകൻ ആകുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ ഒരു ചരിത്ര വൈരുദ്ധ്യം ഇനിയും അനാവശ്യമായി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു രഹസ്യമായ അജണ്ടയുടെ ഭാഗമാണ് ദീപികാപത്രം പ്രസിദ്ധീകരിച്ച മേൽപ്പറഞ്ഞ മദർ എലീശ്വ സ്ത്രീ മുന്നേറ്റം സബരിയാക്കി സമർപ്പിത എന്ന ലേഖനത്തിലെ ഭാഗങ്ങൾ എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ചരിത്രപരമായ വൈരുദ്ധ്യങ്ങൾ ഇനിയും പ്രചരിപ്പിക്കപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങളാണ് പള്ളിക്കൊപ്പം പള്ളിക്കൂടം മുതലായ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതുപോലെ മാന്നാനത്തെ പ്രസ്സിൻ്റെ സ്ഥാപനം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ചാവറയച്ചനാണ് എന്നുള്ള വിധത്തിലുള്ള പ്രചരണങ്ങൾ വളരെ വിപുലമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രത്യേക അവസരത്തിൽ കേരള സഭയിലേക്ക് ദൈവം അനർഗളമായി വർഷിക്കുന്ന ഈ സവിശേഷമായ ദാനത്തിന് നന്ദി പറയുന്ന ഈ അവസരത്തിൽ കേരള സഭാ ചരിത്രം അത് അവികലമായി സംരക്ഷിക്കപ്പെടേണ്ടതും വ്യക്തികൾക്ക് അർഹമായ ബഹുമാനം കൊടുക്കേണ്ടതും അവരുടെ സംഭാവനകൾ വിലമതിക്കപ്പെടേണ്ടതും ആവശ്യമാണ്. ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ടതും അത് അന്യൂനമായി ഭാവി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്തരവാദിത്വം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കേവർക്കുമുണ്ട്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സുപ്പീരിയർ ജനറൽ കേരളത്തിലെ എല്ലാ ബിഷപ്പുമാർക്കും എഴുതിയിരിക്കുന്ന ആ ലേഖനത്തിൻ്റെ കണ്ടൻറ്റ്. അതായത്
വളരെയേറെ വർഷങ്ങളുടെ പഠനത്തിൻ്റെ ഫലമാണ് 2004 മുതൽ 2010 വരെ എൻ്റെ ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു ചരിത്ര യാഥാർത്ഥ്യം, അതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുവാൻ നടത്തിയ പരിശ്രമങ്ങൾ. പിന്നീട് 2008 മുതൽ 2014 വരെ മദർ ഏലീശായുടെ രൂപതാതല നാമകരണ നടപടികളുടെ ഭാഗമായി ചരിത്ര പണ്ഡിതന്മാർ നടത്തിയ ഗവേഷണങ്ങളും പഠനങ്ങളും. പിന്നീട് 2015 മുതൽ 2024-25 വരെ റോമിലെ ചരിത്ര പണ്ഡിതന്മാർ, ഏകദേശം 15-ലധികം വരുന്ന ചരിത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്ത് വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തി അവർക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യമാണ് ഇന്ന് 2025 ഏപ്രിൽ മാസം പാപ്പ ഔദ്യോഗികമായി വത്തിക്കാൻ ഡിക്രിയിലൂടെ പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചരിത്ര യാഥാർത്ഥ്യം അന്യോന്യമായി കേരള സഭ സംരക്ഷിക്കപ്പെടണമെന്നും അത് അന്യോന്യമായി വരും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്നുമുള്ള നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്വവും ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ചരിത്രം അന്യോന്യമായി വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം എന്നുള്ള ഒരു സന്ദേശത്തോടു കൂടിയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്.